കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് ശേഷമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ ഒന്നിലേറെ സുപ്രധാന സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ മഹാരാഷ്ട്രയും ഉൾപ്പെടുന്നുണ്ട്. കോൺഗ്രസ്, ശിവസേന, UBT, NCP, ശരത് പവാർ വിഭാഗം എന്നിവർ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യവും BJP നേതൃത്വം നൽകുന്ന NDAയും തമ്മിലാണ് ഇവിടെ പോരാട്ടം. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേ ഫലം BJPക്കും ഭരണകക്ഷിയിലെ മറ്റ് പ്രധാന അംഗങ്ങളായ ശിവസേന, NCP പാർട്ടികൾക്കും ആശാവഹമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമുഖ ഏജൻസിയായ ലോക്പോൾ നടത്തിയ സർവേയിലാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത്. ലോക്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരം മഹാവികാസ് അഘാഡി സഖ്യം 141 മുതൽ 154 സീറ്റുകൾ വരെ നേടി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയേക്കും. നിലവിലെ ഭരണകക്ഷിയായ BJP നേതൃത്വം നൽകുന്ന NDA വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക എന്നാണ് ലോക്പോൾ സർവേയിൽ പ്രവചിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം കേവലം 115 മുതൽ 128 വരെ സീറ്റുകൾ മാത്രമായിരിക്കും നേടുക എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ BJPയുടെ ഭരണ തുടർച്ച എന്ന മോഹത്തിന് മേൽ സർവേ ഫലം കരിനിഴൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ 5 മുതൽ 18 വരെ സീറ്റുകൾ വരെ നേടാനാണ് സാധ്യതയെന്നും സർവേ പറയുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ വോട്ട് ശതമാനത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റമാണ് MVA സഖ്യം കാഴ്ചവെക്കുന്നത്. സംസ്ഥാനത്തെ ആകെ 288 സീറ്റുകളിൽ നിന്നായി 44% വരെ വോട്ട് ഷെയർ വരെ MVA സഖ്യം നേടുമെന്ന് സർവേ ഫലം പറയുന്നു. എന്നാൽ NDAയുടെ വോട്ട് ശതമാനം പരമാവധി 41% വരെ മാത്രമായിരിക്കും. മേഖലകൾ തിരിച്ചുള്ള സീറ്റ് നിലയും ലോക്പോൾ പ്രവചിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുള്ള വിദർഭ മേഖലയിൽ MVA വൻ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേ പറയുന്നത്. ഇവിടെയുള്ള ആകെ 62 സീറ്റുകളിൽ 45 സീറ്റുകളിൽ വരെ MVA ജയിക്കുമെന്നാണ് പ്രവചനം. മറ്റ് പ്രധാന മേഖലകളിൽ ഒരിടത്തു പോലും NDA സഖ്യം മുന്നിലെത്തില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പശ്ചിമ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ MVA മികച്ച പ്രകടനം നടത്തുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തേറ്റ തിരിച്ചടിക്ക് പകരം ചോദിക്കുകയാണ് NDA ലക്ഷ്യമിടുന്നത്. MVA ആവട്ടെ ജയം ആവർത്തിക്കാനുമാണ് ഇറങ്ങുന്നത്. എന്നാൽ ലോക്പോൾ സർവേ ഫലം BJPയുടെ മോഹങ്ങളിൽ തിരിച്ചടി നേരിടുന്നതിന്റെ സൂചനയാണോ എന്നാണ് കണ്ടറിയേണ്ടത്.